ഹേ ഗായ്സ്, അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ അന്ന് വൈകുന്നേരം നടന്ന കുറച്ച് വിശേഷങ്ങളാണ്. അന്ന് ഞാനും ഉപ്പയും കൂടിയിട്ട് വൈകുന്നേരം ഒന്ന് ചക്ക പറിക്കാനെല്ലാം പറമ്പത്ത് പോയിട്ടുണ്ടായിന്. അപ്പോൾ ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കാം. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പറമ്പത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ ചക്ക ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ പഴുത്തിട്ടുള്ള ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ചക്കനെ കൊണ്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതെന്താ വൈകുന്നേരത്തെ കടിയാ? വൈകുന്നേരത്തെ ചായക്കടി ഇന്ന് ചക്കപ്പായസം. നമ്മൾ പറിക്കാൻ വന്നിട്ട് നമുക്ക് പറിക്കൊന്നും വേണ്ട. നല്ല ഇവിടെ വീട്ടിട്ടല്ലോ. ഇതെന്തിനാ പറിക്കുന്നത്? ആ മറ്റുമ്പോ എന്തേലും അറിയില്ല, വീട്ടുണ്ടാവും, എടുത്തിട്ട് വന്നാ മതി. ശശികൾ അല്ലെങ്കിൽ ഇതിന്റെ മേലെ ഒന്നും കാണുന്നില്ലല്ലോ, അതാ ഒന്നുണ്ട് അങ്ങ്. ഏണിയില്ല എന്തിനാ? അല്ല ഇന്ന് ഫുള്ളും നനയും. മഴ പെയ്യുന്ന നമ്മളൊരു വൈകുന്നേരം ഒരു 4 മണി ആ സമയത്താണ് കേട്ടോ പോയിന്. അന്നേരം ഞാനിങ്ങനെ ഉപ്പാനോട് ചോദിക്കുന്നുണ്ടേനു, ഉപ്പ യൂട്യൂബിൽ എന്ത് പറഞ്ഞിട്ടുണ്ടേ, വൈകുന്നേരത്തെ ചായൻ്റെ ഇടിയാണോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടിങ്ങനെ ഓരോ കാര്യങ്ങളും തമാശയെല്ലാം പറഞ്ഞിട്ടിങ്ങനെ പോയിന്. പിന്നെ ഞാനും എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയും ഉപ്പയും കൂടിയിട്ടാണ് പറിക്കാൻ പോയത്. എന്നിട്ട് നോക്കുമ്പോൾ ആടെ ചെന്ന് നോക്കുമ്പോൾ കുറേ പെഴുത്തിട്ടിങ്ങനെ നിലത്ത് വീണ്. അങ്ങനെ എന്നിട്ട് ഓരോ തമാശയെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിക്കലാന്ന്. പിന്നെന്താന്ന് അപ്പം അങ്ങനെയല്ലേനോ. അപ്പോൾ ഇതിൽ കൂടുതലും ഓൺ വോയിസ് ആണ് കേട്ടോ ഉള്ളത്. ഞാൻ വോയിസ് അങ്ങനെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആദ്യം വിചാരിച്ച് മതി പറിക്കാണ്ട് ഇങ്ങനെ തന്നെ പുറക്കേക്ക് പോകാമെന്ന്. പിന്നെ ഞാനുപ്പാനോട് പറഞ്ഞ് ഏതായാലും നമ്മൾ വന്നില്ലേ, പറിച്ചിട്ട് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നമ്മൾ കുറേ പറിച്ചിന് കേട്ടോ, ഒരു 5-10 പറിച്ചിന്. എന്നിട്ടെല്ലാം നമ്മൾ നമ്മളെ കുടുംബക്കാർക്കെല്ലാം കൊടുത്ത്. നമ്മൾ ചുറ്റുഭാഗം മൊത്തം നമ്മളെ റിലേറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഓരോ പറിച്ചിട്ട് ഓരോ ചക്ക അങ്ങനെ കൊടുത്ത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ സ്ഥലമാണ്, മറ്റുമ്മാൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഈ ഒരു സ്ഥലത്തേനു നമ്മളെ പണ്ടത്തെ തറവാടുള്ള. അന്നേരം ആ സമയത്തുള്ള പിന്നെ കാര്യങ്ങളെല്ലാം ഇവരിടുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടേനു. അങ്ങനെ ഓരോ കോമഡിയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഉപ്പ മരത്തിൻ്റെ മേലെ കയറിയിട്ടാണ് ലാസ്റ്റ് പറിച്ചത്. ലാസ്റ്റ് ഈ കൊക്കയെല്ലാം നിലത്തിട്ട് എന്താ പറയുക, ഇതിനെക്കൊണ്ടൊന്നൊരു ഉപകാരം ഇല്ല എന്ന് പറഞ്ഞിട്ട് അതെല്ലാം ചാടി എന്നിട്ട് അതിൻ്റെ മരത്തിൻ്റെ മേലെ കയറിയിട്ട് അങ്ങനെ പറിച്ച്. ഇത് നല്ലോണം പെഴുത്തിനെ വേണ്ട, ഇടുന്നൊന്നും മുറിക്കണ്ട. ഇടുന്ന് മുറിച്ചാൽ എങ്ങനെയാ, നമുക്ക് പരക്കത്തീന്ന് മുറിക്കാം.
ഏത് മേലെ തന്നെയാ പോയത്തെ കറുപ്പ് വരൂല കളർ മാറൂല ആ അതിന്റെ പകുതി പോയിട്ടുണ്ട് ആ അതാ ആ അതിന്റെ പകുതി അതാ ഒരു സൈഡ് അങ്ങനെ പോയി എന്തായാലും കേറാൻ പറ്റൂല ഗൈസ് ചക്ക വീണടിഞ്ഞിട്ടിട മൊത്തം കൊതുകാണ് ഗൈസ് ശശിയായി ഉപ്പ കത്തിയാളെല്ലാം എടുത്ത് വരുമ്പോ ഞങ്ങക്ക് തോന്നി എന്തായാലും വന്നേല്ലേ ഒരു 2-3 എണ്ണെങ്കിൽ പറിച്ചിട്ട് തന്നെ പോവാ പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര കൊതുകേനും കൊതുക് എന്ന് പറഞ്ഞാൽ ഒന്നും എന്നെ കടിച്ചു പണിയാക്കിന് കൈക്കും കാലിനെല്ലാം കടിച്ചിട്ട് പിന്നെ ഫുള്ള് ചക്കെല്ലാം വീണടിഞ്ഞിട്ട് അതുകൊണ്ട് നല്ലോണം കൊതുകുണ്ടേനു പിന്നെ അങ്ങനെ ഉപ്പ് മരത്തിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറിച്ചിടാൻ തുടങ്ങി നമ്മൾ കുടയെല്ലാം എടുത്തിട്ടാണ് കേട്ടോ വന്നതിന് മഴ പെയ്യുന്നെല്ലാം വിചാരിച്ചിട്ട് ചെറുങ്ങനെ മഴ ഇങ്ങനെ പാറാൻ തുടങ്ങിയിട്ടുണ്ടേനു അങ്ങനെ ഇതാ ഇത് മരത്തിൻ്റെ മേലെ നിന്ന് അങ്ങനെ പഴുത്തത് അങ്ങനെ പറിച്ചതാണ് കേട്ടോ അതിൻ്റെ ഒരു സൈഡ് അങ്ങനെ എന്തോ എന്താ പറയുക എന്തോ കൊത്തിയതാണോ അതോ കെട്ടി ചീഞ്ഞ് വീണതാണോ എന്നാന്നറിയില്ല എല്ലാം ഇനി പറിക്കൊണ്ടേ മുറിച്ചാൽ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഇത് മനസ്സിലാവും പഴുത്ത കുറേ ചക്ക ഉണ്ടായിന് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഈ 4 വീട്ടിലും ഓരോ പഴുത്ത ചക്ക എടുത്ത് അന്നുമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിലും അതുപോലെ നമ്മൾ ഓരക്കെല്ലാം എടുത്ത് എന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയാണ് കാരണം ഇത് പഴുത്തിട്ടല്ലേ ഉള്ളത് അതുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല കൊതിയുണ്ടേനു അപ്പോൾ നമ്മൾ വന്നേമ്പാടെല്ലാം തന്നെ മുറിച്ചിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഉപ്പയത് വത്തക്ക മുറിക്കുന്ന പോലെ മുറിക്കട്ടെ എന്നുള്ള പറഞ്ഞിട്ട് അങ്ങനെ മുറിച്ചിട്ട് നമ്മളെല്ലാവരും കഴിച്ച് നോക്കുമ്പം വലിയ ടേസ്റ്റൊന്നും ഇല്ല മഴയത്ത് എന്താ പറയുക വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വലിയ മധുരമൊന്നും ഇല്ലേനു പക്ഷേ നല്ല മഞ്ഞ കളറുണ്ടായിനെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബബായ് ഇതിൽ കൂടുതലും ഓൺ വോയിസ് ആണ് അപ്പം ആരും ഒന്നും വിചാരിക്കണ്ട അത് ഞാൻ അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ വോയിസ് കൊടുക്കാണ്ട് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം